എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ അൺചേഞ്ചിങ് റിലേഷൻസ്. അൺചേഞ്ചിങ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാറാത്ത, അല്ലേ? മാറാത്തതാണ് അൺചേഞ്ചിങ് എന്ന് പറയുന്നത്. റിലേഷൻ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ, അല്ലേ? അതായത് മാറാത്ത ബന്ധങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മാത്തമാറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആൾജിബ്ര എന്ന് പറയുന്നത്, അതായത് ബീജഗണിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നൊരു ഭാഗമാണിത്. അപ്പോൾ നമുക്കറിയാം ഈ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഈ ആൾജിബ്ര എന്ന് കേൾക്കുമ്പോൾ അപ്പം പലരും മുഖം ചുളിക്കുന്നത് കാണാം. കാരണം എന്തുകൊണ്ടാണ്? അവരത് കൃത്യമായിട്ട് തുടക്കത്തിലെ തന്നെ അവർ മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടുള്ള വിഷയമാണത്. പക്ഷേ അതേസമയം നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു ഭാഗമാണ് ഈ ആൾജിബ്ര. ഈ ആൾജിബ്രയുടെ തുടക്കമാണ് ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ, അല്ലാണ്ട് വേറെ വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോകുന്നില്ല. വളരെ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ക്ലാസ്സുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് പിന്നീട് നമുക്ക് 8ലും 9ലും 10ലൊക്കെ എത്തുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ആൾജിബ്ര നമുക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? ഓക്കെ. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്. ഓക്കെ, ഈ 100 രൂപയ്ക്ക് ഞാനൊരു 10 രൂപയ്ക്ക് ഒരു പേന വാങ്ങി. അപ്പോൾ ഞാനൊരു ഷോപ്പിൽ പോയിട്ട് 10 രൂപയ്ക്ക് 10 രൂപയുടെ ഒരു പേന ഞാൻ വാങ്ങി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ബാക്കി എത്ര പൈസ ഉണ്ടായിരിക്കും? നമുക്ക് പെട്ടെന്ന് ഉത്തരം അറിയാം, അല്ലേ? 100 രൂപയിൽ നിന്ന് 10 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടാവും? 90 രൂപ ഉണ്ടാവും, അല്ലേ? 90 രൂപ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ ബാക്കി ഉണ്ടാവും, അതായത് ബാലൻസ്. അപ്പം എൻ്റെ പോക്കറ്റിൽ 90 രൂപ ഉണ്ടായിരിക്കും, അല്ലേ? ഓക്കെ, ഇനി എൻ്റെ കയ്യിൽ 100 രൂപ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ 15 രൂപയ്ക്കാണ് സാധനം വാങ്ങിയത്. അതായത് ഞാനൊരു പേനയും വാങ്ങി, ഒരു പെൻസിലും വാങ്ങി. 10 രൂപ കൊടുത്തൊരു പേന വാങ്ങി, 5 രൂപ കൊടുത്തൊരു പെൻസിലും വാങ്ങി, അല്ലേ? അപ്പോൾ ഈ ഷോപ്പിൽ പോയി ഞാൻ 15 രൂപയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇനി ബാക്കി എത്ര പൈസ ഉണ്ടായിരിക്കും? നമുക്കറിയാം, നോക്കിയാൽ 100ൽ നിന്ന് 15 കുറച്ച് ഞാൻ ബാക്കി എത്ര വരും? 85 രൂപ, അല്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ 85 രൂപ ഉണ്ടായിരിക്കും, അല്ലേ? വളരെ ഈസി അല്ലേ ഇത്? ഇനി ഞാനൊരു 20 രൂപയ്ക്ക് ഞാൻ 2 പേനയാണ് വാങ്ങിയത്. 10 രൂപയുടെ പേന വെച്ച് ഞാൻ 2 പേന വാങ്ങി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 20 രൂപ എൻ്റെ ചിലവായി, അല്ലേ? ആകെ 20 രൂപ ചിലവായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടായിരിക്കും? 100ൽ നിന്ന് 20 രൂപയുടെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 80 രൂപ, അല്ലേ? 80 റുപ്പീസ് എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടാവും, അല്ലേ? ഇനി പോട്ടെ, ഞാൻ 50 രൂപയുടെ സാധനങ്ങൾ വാങ്ങി വിചാരിക്കുക. ഒരു നോട്ട് ബുക്കും വാങ്ങി, ഒരു പേനയും വാങ്ങി. ഒരു 40 രൂപയുടെ നോട്ട് ബുക്കും വാങ്ങി, ഒരു പേനയും വാങ്ങി. അങ്ങനെയാണെങ്കിൽ അതിന് മൊത്തം 50 രൂപയായിരുന്നു, അല്ലേ? അപ്പോൾ 100 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ 50 രൂപയ്ക്ക് ഒരു പേനയും ഒരു ബുക്കും വാങ്ങി. അങ്ങനെയാണെങ്കിൽ ബാക്കി എൻ്റെ കയ്യിൽ എത്ര ഉണ്ടായിരിക്കും? 50 കഴിഞ്ഞാൽ ബാക്കി 50 രൂപ, അല്ലേ? 50 റുപ്പീസ്. അപ്പോൾ 50 രൂപയ്ക്ക് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി 100 രൂപ ഉണ്ടായിരുന്ന ആകെ 50 രൂപയ്ക്ക് സാധനം വാങ്ങി ബാക്കി എത്ര ഉണ്ടായിരിക്കും? 50 രൂപ എൻ്റെ കയ്യിലുണ്ടായിരിക്കും, അല്ലേ? അതായത് ഇവിടെ നോക്കിയേ, ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനത്തിൻ്റെ വിലയും എൻ്റെ ബാലൻസ്, എൻ്റെ കയ്യിൽ ബാക്കിയുള്ള പൈസയും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടണം? നമുക്ക് 100 രൂപ കിട്ടണം, അല്ലേ? എൻ്റെ കയ്യിൽ ആകെ 100 രൂപ ഉണ്ടായുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആദ്യം ഞാൻ 10 രൂപയ്ക്കാണ് സാധനം വാങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10ഉം ബാലൻസുള്ള 90ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 100 രൂപ കിട്ടണം, അല്ലേ? അപ്പോൾ ഞാൻ 15 രൂപയ്ക്കാണ് സാധനം വാങ്ങിയതെങ്കിൽ 15 രൂപയും ബാക്കിയുള്ള 55നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 100 രൂപ കിട്ടണം, അല്ലേ? ഇനി ഞാൻ 20 രൂപയ്ക്ക് സാധനം വാങ്ങിയാലോ? 20 രൂപയും ബാക്കി എൻ്റെ പോക്കറ്റിൽ 80 രൂപയുണ്ട്. 80ഉം 20ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര എണ്ണം? 100 രൂപ കിട്ടും, അല്ലേ? എൻ്റെ കയ്യിലുള്ള മൊത്തം പൈസ കിട്ടും. ഇനി 50 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ ഇതന്നെ, അല്ലേ? 50 കൊണ്ട് ബാക്കിയുള്ള 50 കൊണ്ട് ഇപ്പോൾ 50ഉം 9ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും, അല്ലേ? അപ്പോൾ 100ന് ഒരു മാറ്റവും ഇല്ല. 100 മാറ്റമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ സംഖ്യകൾ ഇപ്പോൾ ഞാൻ എത്ര രൂപയ്ക്കാണ് സാധനം വാങ്ങുന്നത്, അതും ഈ ബാലൻസ്, എൻ്റെ കയ്യിലുള്ള ബാലൻസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടണം? 100 രൂപ തന്നെ കിട്ടണം. അതായത് ഇവിടെ 100 രൂപ അൺചേഞ്ചിങ് ആണ്, അല്ലേ? 100 രൂപയ്ക്ക് ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അല്ലേ? ഇനി ഞാൻ 90 രൂപയ്ക്ക് സാധനം വാങ്ങിയാലോ? ബാക്കി എൻ്റെ പോക്കറ്റിൽ എത്ര ഉണ്ടാവും? 10 രൂപ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ 90ഉം 10ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 100 രൂപ കിട്ടും. ഇത്ര ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നോക്കിയാൽ ഇതൊരു ചതുരമാണ്, അല്ലേ? ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ചുറ്റളവ്, അല്ലേ? ചുറ്റളവ് നമുക്കറിയാം, പെരിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ ഇപ്പോൾ നമുക്കൊരു 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ 4 വക്കുകളും കൂടി കൂട്ടി കിട്ടുന്നതിനാണ് നമ്മൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഈ
ചതുരത്തിൻ്റെ പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങളോട് പറയണേ 20 സെൻറ്റിമീറ്റർ പെരിമീറ്ററുള്ള വേറെ കുറച്ച് ചതുരങ്ങൾ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 വശങ്ങളും കൂടി കൂട്ടിയതാണല്ലോ അല്ലേ. അപ്പോൾ 2 നീളവും ഉണ്ട് 2 വീതിയും ഉണ്ട് അല്ലേ. അപ്പോൾ 2 നീളങ്ങളും പിന്നെ 2 വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടണം. അപ്പോൾ അതായത് ഒരു നീളവും ഒരു വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 2 നീളവും 2 വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടണം അല്ലേ. എന്നാലും 4 സൈഡ് ആവുമല്ലോ. അപ്പോൾ ഞാൻ അതിൽ ഒരു സൈഡ് എടുത്തു, ഈ നീളം എടുത്തു പ്ലസ് ഈ ഇത് കൊടുത്തു. അതായത് ഒരു നീളം ഒരു വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇതിൻ്റെ പകുതി കിട്ടും അല്ലേ. പകുതി ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് എൽ എന്ന് പറഞ്ഞാൽ നീളം പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്. അതായത് നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 10 സെൻറ്റിമീറ്റർ കിട്ടും. മനസ്സിലായല്ലോ? അതായത് ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10, പിന്നെ ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10, അങ്ങനെ മൊത്തം 20. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മോട് വേറെ ഇതേ പെരിമീറ്ററുള്ള വേറെ ചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇവിടെ നോക്കിയേ, എല്ലും ബി, അതായത് നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? നമുക്ക് 10 ആണ് കിട്ടേണ്ടത് അല്ലേ. 10 സെൻറ്റിമീറ്റർ കിട്ടണം. ഇനി ഞാൻ വരച്ചപ്പോൾ ഞാൻ നീളം ഒരു 5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. നീളം ലെങ്ത്ത് അത് ഞാൻ എല്ലാം എഴുതുന്നു കേട്ടോ. ഇത് നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടണം. അപ്പോൾ ഞാൻ ഇതിൽ നീളം ഒരു 5 സെൻറ്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ ഞാൻ വീതി എത്രയാക്കി വരക്കേണ്ടി വരും? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10 അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ നീളം 5 ആണെങ്കിൽ വീതി എത്രയായിരിക്കണം? 5 തന്നെ ആയിരിക്കണം അല്ലേ. അപ്പോൾ 5ഉം 5ഉം 10 ആയി അല്ലേ. അപ്പോൾ 10 കിട്ടി നമുക്ക്. അപ്പോൾ എനിക്ക് ഇതേ അളവിൽ ഒരു ചതുരം വരയ്ക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഞാൻ ഒരു 6 സെൻറ്റിമീറ്റർ നീളം എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ 6 സെൻറ്റിമീറ്റർ നീളം എടുത്തു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വീതി എത്ര എടുക്കേണ്ടി വരും? മൊത്തം 10 പാടുള്ളൂ അല്ലേ. മൊത്തം 10 പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 6 എടുത്ത് ഞാൻ ബാക്കി എത്ര എടുക്കാൻ പാടുള്ളൂ? 4 എടുക്കാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ വീതി എത്രയും മാറി? ഞാനെടുത്ത വീതി 4 പാടുള്ളൂ. അപ്പോൾ 6ഉം 4ഉം 10 അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി വേറൊരാൾ എന്ത് ചെയ്തു? ഈ 6ന് പകരം 3 സെൻറ്റിമീറ്റർ എടുത്തു. അതായത് അയാൾ ഈ നീളം ആകെ 3 സെൻറ്റിമീറ്റർ വരച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ വീതി എത്ര വരയ്ക്കേണ്ടി വരും? മൊത്തം 10 കിട്ടണം അല്ലേ. അപ്പോൾ അയാൾ നീളം 3 വരച്ചു കഴിഞ്ഞാൽ വീതി എത്ര വരയ്ക്കണം? 7 സെൻറ്റിമീറ്റർ വരയ്ക്കേണ്ടി വരും അല്ലേ. എന്നാലേ 7ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 10 കിട്ടുള്ളൂ. ഇനി ഒരാൾ എന്ത് ചെയ്തു? നീളം അങ്ങോട്ട് 9 സെൻറ്റിമീറ്റർ അങ്ങോട്ട് വരച്ചു. 9 അവിടെ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് 9 അങ്ങോട്ട് വരച്ചു. അങ്ങനെയാണെങ്കിൽ വീതി എത്ര വരയ്ക്കാൻ പാടുള്ളൂ? മൊത്തം 10 പാടുള്ളൂ അല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ആയിരിക്കണം വീതി അല്ലേ. അപ്പോഴല്ലേ നമുക്ക് 9ഉം 1ഉം 10 കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടണം അല്ലേ. അതിലൊരു മാറ്റവും ഇല്ല. പക്ഷേ ഇനി നീളം നിങ്ങൾ ഇഷ്ടമുള്ളത് എടുത്തോ, പക്ഷേ അതിനനുസരിച്ച് വീതി മാറും അല്ലേ. അപ്പോൾ നീളം 5 എടുത്തപ്പോൾ വീതി 5 ആയി, നീളം 6 എടുത്തപ്പോൾ വീതി 4 ഉള്ളൂ, നീളം 3 എടുത്തപ്പോൾ വീതി 7 ആയി അല്ലേ, നീളം 9 എടുത്തപ്പോൾ വീതി 1 ആയി. അതായത് ഇവിടെ നീളം വീതി ഏത് വേണമെങ്കിലും എടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്രേ പാടുള്ളൂ? 10 പാടുള്ളൂ, അല്ലെങ്കിൽ 10 കൃത്യമായിട്ട് കിട്ടണം. മനസ്സിലായില്ലേ? അതായത് ഇതിന് മാറ്റില്ല, ഇത് അൺചേഞ്ചിങ് ആണ്, ഇത് മാറുന്നില്ല. ഇവിടെ ഏത് വേണമെങ്കിലും മാറാം. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം ചെയ്തെന്നൊക്കെ നമ്മൾ സാധനം വാങ്ങി 10 രൂപക്ക് സാധനങ്ങൾ വാങ്ങി, അല്ലെങ്കിൽ പേന വാങ്ങി, 90 രൂപ എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായി അല്ലേ. അതായത് ഇവിടെ നോക്കി, ഇനി ശ്രദ്ധിക്കുക, ഈ 10 അല്ലേ, 10 രൂപയ്ക്ക് ഞാൻ സാധനം പേന വാങ്ങി, പിന്നെ എൻ്റെ കയ്യിൽ 90 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 100 രൂപ കിട്ടും അല്ലേ. അപ്പോൾ 100 രൂപ ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത് അല്ലേ. അപ്പോൾ ആദ്യം 10 രൂപയ്ക്ക് പേനാണ് വാങ്ങിയത്, അപ്പോൾ 90 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു, രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 100 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ 10ന് പകരം ഞാൻ 15 രൂപയ്ക്ക് സാധനം വാങ്ങിയത്, അപ്പോൾ എൻ്റെ ബാലൻസ് എത്രയായി? 85 ആയി അല്ലേ. അതായത് ഇവിടെ നോക്കിയാൽ 15ഉം 85ഉം തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 100 കിട്ടി. ഓക്കെ. അതുപോലെ നോക്കിയാൽ 20ഉം 80ഉം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 100 കിട്ടി അല്ലേ. ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ, 10ഉം 90ഉം കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 100 കിട്ടി. ഇനി വേറെ 2 സംഖ്യകൾ കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 100 കിട്ടി അല്ലേ. ആ സംഖ്യകളും ഞാൻ ആദ്യം എഴുതിയ സംഖ്യകളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ, ഇവിടെ ഞാൻ ആദ്യം 10 ആണല്ലോ എഴുതിയത്, പിന്നെ പ്ലസ് 90 എന്ന് എഴുതി അല്ലേ. പിന്നത്തെ സംഖ്യ ഏതാ എഴുതി? 15 പ്ലസ് 85. അപ്പോൾ 10ന് പകരം ഞാൻ 15 എഴുതി അല്ലേ. 10ന് പകരം 10ന്റെ സ്ഥാനത്ത് 15 എഴുതി, 90ന്റെ സ്ഥാനത്ത് 85 എഴുതി. അപ്പോൾ എനിക്ക് കൂട്ടിയപ്പോൾ 100 തന്നെ കിട്ടി അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 10ന് ഞാൻ ആദ്യം എഴുതി, അതിൻ്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് എനിക്ക് 15 കിട്ടിയത് അല്ലേ. ഈ 10ന്റെ കൂടെ ഒരു 5 കൂട്ടിയപ്പോൾ എനിക്കിവിടെ 15 കിട്ടി. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? 90ൽ നിന്ന് 5 ഞാൻ കുറച്ചു
അല്ലേ? അതായത് ഈ സംഖ്യയുടെ കൂടെ ഞാൻ 5 കൂട്ടി, അപ്പോൾ ഞാൻ അടുത്ത സംഖ്യയിൽ നിന്ന് 5 കുറച്ചു, അല്ലേ? അപ്പോഴാണ് എനിക്ക് 100 കിട്ടുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആദ്യം 10ഉം 90ഉം തമ്മിൽ കൂട്ടിയപ്പോൾ 100 കിട്ടി. അടുത്ത് ഞാൻ എഴുതി 15ഉം 85ഉം തമ്മിൽ കൂട്ടിയപ്പോൾ 100 കിട്ടി. ഈ 15 എന്ന് പറഞ്ഞാൽ 10ന്റെ കൂടെ ഞാൻ 5 കൂട്ടി, അല്ലേ? പക്ഷേ ഈ രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ ഞാൻ അതിൽ നിന്ന് ഞാൻ 5 കുറച്ചു. അപ്പൊ ഇവിടെ ഒരു സംഖ്യ കൂട്ടി, അതേ സംഖ്യ തന്നെ ഞാൻ ഇവിടെ നിന്ന് കുറച്ചു, അല്ലേ? അതല്ല ഉണ്ടായത്. ഇനി ഇത് നോക്കിയേ, 10 എന്നുള്ളത് 20 അല്ലേ? അപ്പൊ 10ന്റെ കൂടെ ഒരു 10 കൂട്ടിയപ്പോഴാണ് 20 കിട്ടിയത്. പക്ഷെ ഇവിടെ 90 80 അല്ലേ? അപ്പൊ 10 കുറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ 10 കൂട്ടി, ആ 10 ഇവിടെ നിന്ന് കുറച്ചു. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഇത് നോക്കിയേ, ഇവിടെ 10 എന്നുള്ളത് 50 അതായത് 10ന്റെ കൂടെ 40 കൂട്ടിയപ്പോൾ 50 കിട്ടി. അതേ 40 ഇതിൽ നിന്ന് കുറച്ചു. ഇവിടെ 90 അതെന്തായി? 50 മാറി. അപ്പോഴാണ് നമുക്ക് 100 കിട്ടുള്ളൂ. അതായത് ഈ സംഖ്യയുടെ കൂടെ ഏത് സംഖ്യയാണ് നമ്മൾ കൂട്ടുന്നത്, അതേ സംഖ്യ തന്നെ നമ്മുടെ രണ്ടാമത്തെ സംഖ്യയിൽ ഞാൻ കുറയ്ക്കുന്നുണ്ട്, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ സംഖ്യ ഈ മാറാത്ത സംഖ്യ കിട്ടുള്ളൂ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 5 5 വരുന്നു, അല്ലേ? നമ്മൾ ആദ്യം എടുത്ത് നീളം 5 വീതി 5 എടുത്തു. അപ്പൊ നമുക്ക് മൊത്തം രണ്ടും കൂടി കൂട്ടിയപ്പോൾ 10 കിട്ടി. ഇനി ഇവിടെ എന്താണെന്ന് നോക്കിയാൽ, ഇവിടെ 5 അല്ല 5 5 ആയിരുന്നു, ഇവിടെ 9 1 അപ്പൊ നോക്കിയാൽ 5 9 അല്ലേ? 5 9 ഇപ്പൊ എത്രയായി? 5ന്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് നമുക്ക് 9 കിട്ടുള്ളൂ, അല്ലേ? ഇനി 5 ഇപ്പൊ എത്രയായി? 1 അതായത് ആ 4 5ൽ നിന്ന് കുറച്ചു. അപ്പൊ ഇവിടെ 1 എഴുതി. അപ്പൊ 9ഉം 1ഉം 10 കിട്ടി. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന അതേ ഉത്തരമായിരിക്കും എപ്പോ കിട്ടുക? ഈ ആദ്യത്തെ സംഖ്യയുടെ കൂടെ ഏത് സംഖ്യ കൂട്ടിയോ അതേ സംഖ്യ തന്നെ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നു, അല്ലെ? അപ്പൊ ആദ്യത്തെ സംഖ്യയോട് കൂടി ഏത് സംഖ്യയാണോ കൂട്ടിയത്, ഇപ്പോൾ 5 കൂട്ടി, അപ്പൊ അതേ സംഖ്യ തന്നെ നമ്മൾ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നു. എന്നിട്ട് അവ തമ്മിൽ കൂട്ടിയാലും നമുക്ക് ആദ്യത്തെ ഉത്തരം തന്നെ കിട്ടും. ഇപ്പൊ നോക്കിയേ, ഇവിടെ 5 അല്ലെ? 5 എന്നുള്ളത് 5 5 നമുക്ക് 10 കിട്ടി. അപ്പൊ 5ൽ നിന്ന് ഞാൻ നോക്കിയാൽ 2 കുറച്ചു, അല്ലെ? 2 കുറച്ചു, അപ്പൊ 3 കിട്ടി, അല്ലെ? അപ്പൊ അതേ 2 തന്നെ എന്ത് ചെയ്യുന്നു? ഇവിടെ കുറക്കാണ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്ത് വേണം? നമ്മൾ കൂട്ടണം, അല്ലെ? ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറയ്ക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ആ 2 ഉത്തരം എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 114 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. മെന്റലി കാൽക്കുലേറ്റ് ദി സംസ് ബിലോ, അതായത് നമ്മൾ മനക്കണക്കായിട്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? 137 + 199. അപ്പൊ നമുക്കിത് പെട്ടെന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അല്ലെ? പക്ഷെ നമ്മൾ ഇപ്പോൾ എന്താണ് പറഞ്ഞു നിർത്തിയത്? ഞാൻ പറഞ്ഞു ഇപ്പൊ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ, അല്ലെ? അപ്പൊ അതാദ്യം നമുക്ക് പറയാം, അതിനുശേഷം ഇത് ചെയ്യാം. അപ്പൊ ഞാനത് വിശദീകരിച്ച് പറഞ്ഞു, എന്നാലും കൂടി പറയുന്നു. ഇപ്പൊ നമ്മൾ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ, ഇപ്പൊ നോക്കിയാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 95 + 40, അല്ലെ? ഇത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 135 കിട്ടി, അല്ലെ? 135 നമുക്ക് ഉത്തരം കിട്ടി. 135 ഉത്തരം കിട്ടി. ഓക്കെ. ഇനി ഞാൻ നോക്കിയാൽ ഇതിന്റെ കൂടെ ഒരു സംഖ്യ കൂട്ടുന്നു. ഇപ്പൊ 95ന്റെ കൂടെ ഞാനിപ്പോ ഒരു 5 കൂട്ടി, അപ്പൊ എനിക്ക് 100 കിട്ടി, അല്ലെ? ഞാൻ 5 കൂട്ടി ഇതിന്റെ കൂടെ, അല്ലെ? +5 കൂട്ടുക ചെയ്തതിൻ്റെ കൂടെ. ഇനി ഈ 5 ഞാൻ ഇതിൽ നിന്ന് കുറയ്ക്കുന്നു. ഏത്? ഈ 40, രണ്ടാമത്തെ സംഖ്യയുടെ കൂടെ സംഖ്യയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 5നെ കുറയ്ക്കുന്നു, അല്ലെ? ഈ 5 കുറച്ച് എനിക്ക് എത്ര കിട്ടും? 35 കിട്ടും, അല്ലെ? ഇങ്ങനെ ചെയ്താലും നമുക്ക് ഏത് ഉത്തരം തന്നെ കിട്ടുള്ളൂ? ഇതേ ഉത്തരം തന്നെ കിട്ടും, അല്ലെ? അപ്പൊ 100 + 35 എത്രയാണ്? 135. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, അല്ലേ? അതായത് ഒരു സംഖ്യ 2 സംഖ്യകൾ നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം അതേ ഉത്തരം തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്താൽ കിട്ടുക? ഇതിന്റെ കൂടെ നമ്മൾ ഏത് സംഖ്യ ആയാലും ഇപ്പോൾ ഒരു സംഖ്യ കൂട്ടുന്നു, അതേ സംഖ്യ തന്നെ ശ്രദ്ധിക്കുക, അതേ സംഖ്യ തന്നെ നാം ഇതിൽ നിന്ന് കുറക്കുന്നു. എന്നിട്ട് അവ തമ്മിൽ കൂട്ടിയാലും നമുക്ക് ഏത് ഉത്തരം തന്നെ കിട്ടാം? ഈ ഉത്തരം തന്നെയായിരിക്കും കിട്ടുക, അല്ലെ? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പം ഇനി വേറെ ഉദാഹരണം നോക്കിയപ്പോൾ ഒരു 116 + 99. ഓക്കെ. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് എത്ര ഉത്തരം കിട്ടും? 215, അല്ലെ? 215 നമുക്ക് ആൻസർ കിട്ടി. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ കൂടെ ഏതാണോ കൂട്ടുന്നത് അത് ഇതിൻ്റെ നിന്ന് കുറയ്ക്കുക, അല്ലെ? അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏതാണോ കുറക്കുന്നത് അത് ഇതിന്റെ കൂടെ കൂട്ടാം. അപ്പൊ നമ്മൾ ശരിക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഇപ്പൊ ഇത് നോക്കിയത് 137 + 199 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെ? പക്ഷേ നാം ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അതെങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ നോക്കിയാൽ 116 + 99 = 215.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് സംഖ്യ കൂട്ടിയാലും അതേ സംഖ്യ തന്നെ കുറക്കുക അല്ലേ, അല്ലെങ്കിൽ ഏത് സംഖ്യ കുറച്ചാലും അതേ സംഖ്യ തന്നെ കൂട്ടാം. ഓക്കെ, ഇവിടെ 99 ആണല്ലോ അല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ 1 ഞാൻ കൂട്ടുകയാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പമാണ് അല്ലേ, 100 കിട്ടി. അപ്പോൾ 100ൻ്റെ കൂടെ ഏത് സംഖ്യയും കൂട്ടാൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അറിയാം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ 99നെ 100 ആക്കി, അതായത് 1 കൂട്ടി ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് 1 കുറയ്ക്കണം അല്ലേ, ഇവിടെ 1 കൂട്ടിയില്ലേ അല്ലേ, ഇതിൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എത്ര വരും, 115 വരും അല്ലേ. ഇപ്പൊ നോക്കിയേ, 100 + 115 എത്രയാണ്, 215. നമുക്ക് കണ്ണടച്ച് എഴുതാൻ പറ്റും അല്ലേ. അതേസമയം ഇങ്ങനെ വന്നാലോ, 116 + 99 എന്ന് പറയുമ്പോൾ കുറച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും അല്ലേ. പക്ഷേ 100 + 115 എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് 215 എന്ന് എഴുതാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നോക്കിയാൽ 137 + 199 അല്ലേ. അപ്പൊ നമുക്ക് ഇത് ചെയ്യുന്നത് എന്തിനാണ്, നമുക്ക് കണക്കുകൂട്ടൽ വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താക്കാം, 199 അല്ലേ, 199 നമുക്ക് ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര, 200 ആയി. പിന്നെ നമുക്ക് കൂട്ടാൻ വളരെ എളുപ്പമാണ് അല്ലേ. അപ്പൊ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം, എന്തെന്ന് എഴുതാം, 200. അപ്പൊ 199നെ 200 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഞാൻ കൂട്ടിയത്, 1 അല്ല കൂട്ടിയത് അല്ലെ, 1 കൂട്ടിയപ്പോഴാണ് 200 ആയത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ 1 കൂട്ടി അല്ലെ, 1 കൂട്ടിയപ്പോഴാണ് 200 ആയത്. അപ്പൊ ഈ 1 ഇതിൽ നിന്ന് കുറയ്ക്കണം വേണ്ടേ, ഇവിടെ കൂട്ടിയ എന്താണോ കൂട്ടിയത് അത് ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ 1 ഇവിടെ കൂട്ടിയപ്പോൾ 200 ആയി. അപ്പൊ ഇതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 137 1 കുറച്ചാല് 136. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് 137ഉം 199ഉം തമ്മിൽ കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, 136ഉം 200ഉം തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ 200ന്റെ കൂടെ 136 കൂട്ടാൻ എളുപ്പമല്ലേ, 200ഉം 100ഉം 300 336. എന്ത് എളുപ്പം പറയാൻ പറ്റുമല്ലേ, 336 അല്ലേ. കണ്ടില്ലേ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ, 137ന്റെ കൂടെ 199 കൂട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ, വളരെ ഈസി ആയി നമുക്ക് അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിലത്തെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. സെക്കൻഡ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, 375 + 298. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, ഇവിടെ നോക്കിയാൽ 298 അല്ലെ. അപ്പൊ രണ്ടും കൂടി കൂട്ടുകയാണെങ്കിൽ എന്തായി, ഇത് 300 ആയി അല്ലെ. അപ്പൊ രണ്ടും കൂടി കൂട്ടുകയാണെങ്കിൽ ഇത് നമുക്ക് 300 എന്ന് എഴുതാം. എത്ര കൂട്ടിയാല്, 2 കൂട്ടിയാല് അല്ലെ. അപ്പൊ എന്ത് വേണം, ഈ 2നെ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമുക്ക് കുറയ്ക്കണം അല്ലെ. അപ്പൊ ഈ 2 ഇതിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം. അപ്പൊ എത്ര കൂട്ടും നമുക്ക്, 373. അപ്പൊ 375 + 298 കൂട്ടുന്ന അതേ ഉത്തരം തന്നെയായിരിക്കും നമുക്ക് എപ്പോൾ കിട്ടുക, 373ഉം 300ഉം തമ്മിൽ കൂട്ടുമ്പോൾ അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ 300 ആണ്, നമുക്ക് വളരെ എളുപ്പം കൂട്ടാൻ പറ്റും അല്ലെ. 300ന്റെ കൂടെ 373 കൂട്ടി അത്രയായിരിക്കും, 300ഉം 300ഉം 600, 673 അല്ലെ, 673. അപ്പൊ ചെയ്യുമ്പോൾ നല്ലവണ്ണം മനസ്സിലാക്കി തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾജിബ്രയാണ്, ഓൾജിബ്രയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ നല്ലവണ്ണം ഇവിടെ തന്നെ ശ്രദ്ധിച്ച് ചെയ്തു പോയാൽ നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താണ് മറ്റുള്ളത്, 697 + 174. ഇതാണ് കൂട്ടേണ്ടത് അല്ലെ. നമുക്ക് കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് മാറ്റാം. അപ്പൊ എങ്ങനെ മാറ്റും നോക്കിയാൽ, ഇവിടെ 697 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി, 700 ആയല്ലോ. ആയി അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ 700 ആക്കാം. എന്ത് കൂട്ടിയപ്പോൾ, ഇതിന്റെ കൂടെ ഒരു 3 കൂട്ടിയപ്പോൾ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വേണം, ഇതിൽ നിന്ന് ആ 3 കുറയ്ക്കണം അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കൂട്ടിയ 3 അങ്ങോട്ട് കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും, 171 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് തമ്മിൽ പെട്ടെന്ന് കൂട്ടാം അല്ലെ. ഇതൊക്കെ 700 + 171 എത്രയാണ്, 700ഉം 100ഉം 800. അപ്പൊ 871. ഇനി നമ്മുടെ നാലാമത്തത് എന്താണെന്ന് നോക്കിയാൽ, നാലാമത്തത് 1489 അല്ലെ, 1489 + 2363 അല്ലെ. അപ്പൊ ഇത് ഇത്തിരി കടുപ്പുള്ള സംഖ്യകളാണ് അല്ലെ. ഇതായിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഖ്യയാണ് അല്ലെ. കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയാൽ, ഇപ്പൊ 2363 അല്ലെ. അപ്പൊ അതിനെ നമുക്ക് പെട്ടെന്ന് ഒരു റൗണ്ട് ഫിഗർ അല്ലെ, അങ്ങനത്തെ ഒരു സംഖ്യ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ എളുപ്പമല്ല. അപ്പൊ തൽക്കാലം അതോട് നിൽക്കട്ടെ. ഇവനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കിയാൽ, 1489 അല്ലെ. അപ്പൊ അത് 1489. അപ്പൊ 1489ന്റെ കൂടെ ഒരു 1500 തൊട്ടടുത്ത സംഖ്യ അല്ലെ, റൗണ്ട് ആയിട്ടുള്ള നല്ല റൗണ്ട് ഫിഗർ 1500 അല്ലേ, 1500 അല്ലെ. അപ്പൊ നമുക്ക് 1500 ആക്കാൻ നോക്കാം. അപ്പൊ എത്ര കൂട്ടണം 1500 ആവാൻ, ഇതിന്റെ കൂടെ ഒരു 11 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1500 അല്ലെ. അപ്പൊ നമുക്കിതിനെ 1500 എന്ന് എഴുതി. 1500 നമുക്ക് എങ്ങനെ കിട്ടിയത്, 11 കൂടിയും കൂട്ടിയപ്പോ അല്ലേ,
ഒരു 11 ഇതിൻ്റെ കൂടി 11 കൂട്ടിയപ്പോൾ പ്ലസ് 11 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1500 കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഇതിൽ നിന്ന് ആ 11 കുറയ്ക്കണം, വേണ്ടേ? അപ്പം ഇതിൽ നിന്ന് നമ്മൾ 11 കുറയ്ക്കണം. അപ്പം എത്ര കിട്ടും നമുക്ക്? 2352 അല്ലേ? 11 കുറച്ച് കഴിഞ്ഞാൽ 2352 കിട്ടി. അപ്പം ഇത് രണ്ടും തമ്മിൽ കൂട്ടി കിട്ടുന്ന ഉത്തരം തന്നെയായിരിക്കും എപ്പോൾ കിട്ടുക? ഇത് തമ്മിൽ കൂട്ടിയാലും, അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പം നോക്കിയാൽ ഇത് നോക്കിയാൽ 1500 പ്ലസ് 2352 അല്ലേ? അപ്പം ഇതിൻ്റെ അത്ര സുഖമില്ല, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ 1500 നോക്കിയാൽ 1500 2350. ഇപ്പോൾ 1000 2000 കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 3000 വന്നു അല്ലേ? 3000. അപ്പോൾ 1000 2000 കൂടി കൂട്ടിയാൽ 3000. ഇനി ഇവിടെ 500 ഉണ്ട് 300 ഉണ്ട്. 500 300 കൂടി കൂട്ടിയാൽ എത്ര വരും? 800. അപ്പോൾ 8 ഇട്ടു. ഇനി നോക്കിയാൽ ഇനി ബാക്കി ഒരു 52 അല്ലേ ഉള്ളൂ? 52 ഇട്ടു അല്ലേ? അപ്പോൾ 2000 1000 കൂടി കൂട്ടിയാൽ 3000. 300 500 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 800. പിന്നെ ആകെ ഒരു ഇവിടെ 0 അല്ലേ? പിന്നെ ഒരു 52 52 ഇട്ടു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3852. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിലെ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.